ദൈവത്തിന് മഹത്വം. ഇന്നത്തെ വചനധ്യാനത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു വേദഭാഗം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 18-ാം വാക്യം. ദൈവത്തിന് മഹത്വം. നമുക്കറിയാം, ഈ വാക്യം വായിക്കുമ്പോൾ നാം സഭയായിട്ട് വെളിപ്പാട് പുസ്തകം ധ്യാനിക്കാനും പഠിക്കാനും ഒക്കെ നമ്മളെ ഇടയാക്കി. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൻ്റെ പിക്ചറിൽ ആ കാര്യങ്ങളൊക്കെ വരും എന്നുള്ളത് കൊണ്ട് വളരെ എളുപ്പമാണ്. ഇത് ഈ വാക്യത്തിൽ നാം എഴുതിയിരിക്കുന്നു: നീ സമ്പന്നനാകേണ്ടതിന് തീയിലൂതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാക്കുവാൻ തക്കവണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപനവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിനക്ക് ബുദ്ധി പറയുന്നു. നമുക്കറിയാം, ഈ വാക്യം വായിക്കുന്നതിന് തൊട്ടു മുമ്പത്തെ വാക്യത്തിൽ അവിടെ എഴുതുന്നത് ഇങ്ങനെയാണ്: ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല. ഈ ലവോദിക്ക സഭയോടുള്ള ബന്ധത്തിൽ ഈ വാക്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ലവോദിക്ക സഭ അവിടെയുള്ളവർ ഒക്കെ വളരെ സമ്പന്നന്മാരാണ്. അവർക്ക് ഒന്നിനും മുട്ടില്ല. മിക്കവാറും ഉള്ളവരൊക്കെ പറയുന്നത് ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല. നമുക്കറിയാം, നമ്മുടെ ഇടയിലും ഇന്നത്തെ കാലത്തൊക്കെ ഗൾഫിൽ നിന്ന് ഒക്കെ നല്ലവണ്ണം പൈസയൊക്കെ സമ്പാദിച്ച് അല്ലെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞ് നല്ല സേവിങ്സ് ഒക്കെ ഉള്ളവർ പറയുന്ന ഒരു വാക്കായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്: എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും ഭംഗിയായിരിക്കുന്നു, അത്യാവശ്യം പിള്ളേരുടെ പഠിത്തം, അവരുടെ വിവാഹം, പിന്നെ അതുപോലെ കുറച്ച് പ്രോപ്പർട്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ട്, കുറച്ച് ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ട്, എനിക്ക് ഒന്നിനും മുട്ടില്ല, ഞാൻ വളരെ സുഭിക്ഷമാണ് എന്ന് പറയുന്നത് പോലെയുള്ള ഒരു കാലഘട്ടം. നമുക്കറിയാം, ഈ ലവോദിക്ക സഭയെക്കുറിച്ച് നാം ഓർക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം തന്നെ നമുക്കറിയാം, ഇത് എഴുതിയത് തന്നെ ഈ അവസാന കാലത്തെ പറ്റി നമ്മെ ധരിപ്പിക്കുവാനായിട്ട് യോഹന്നാന് ഉണ്ടായ വെളിപ്പാടിൽ നിന്ന് ഉണ്ടായ കാര്യങ്ങളാണ് എന്നുള്ളത് നാം പഠിച്ചിട്ടുണ്ടല്ലോ. ആ രീതിയിൽ നാം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയ്ക്ക് വെളിവാകുവാൻ തക്കവണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപനവും എന്നോട് വിലയ്ക്ക് വാങ്ങുക. ഇവിടെ എഴുതിയിരിക്കുന്ന നീ അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, നമുക്ക് എല്ലാ സമ്പന്നതയിലുള്ള ഒന്നിനും കുറവില്ലാത്ത ആളുകളോട് ഇവിടെ പറയുന്നത്, ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞാൽ ദൈവമായ കർത്താവ് നമ്മോട് ഓരോരുത്തരോടും പറയുന്നതായിട്ടാണ് ഈ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമുക്കറിയാം, യോഹന്നാൻ സ്നാപകൻ 7 സഭകൾക്ക് ദൂതുകൾ എഴുതുമ്പോൾ ഇത് സഭയ്ക്കാണ് എഴുതിയിട്ടുള്ളത്. വീണ്ടെടുക്കപ്പെട്ട ദൈവജനങ്ങൾ, കർത്താവിനെ ആരാധിക്കുന്ന നമ്മുടെ ഈ സഭ പോലൊക്കെയുള്ള സഭകൾക്ക് അത് പ്രത്യേകമായിട്ട് ഓരോ സഭയുടെ പേരുകളും അവിടെ പറയുന്നുണ്ട്. നമുക്കറിയാം, എഫെസോസിലെ സഭയ്ക്ക് എഴുതുന്നു, സ്മുർന്നയിലെ സഭയ്ക്ക് എഴുതുന്നു, പെർഗമോസിലെ സഭയ്ക്ക് എഴുതുന്നു, തിയോദിര സഭയ്ക്ക് എഴുതുന്നു, സർദീസിലെ സഭയ്ക്ക് എഴുതുന്നുണ്ട്, ഫിലോഡൽഫിയ സഭയ്ക്ക്, അങ്ങനെ ലവോദിക്ക, അങ്ങനെയുള്ള 7 സഭകൾക്കാണ് ഈ ദൂത് എഴുതുന്നത്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, അങ്ങനെ ആ സമ്പന്നതയാണെന്ന് സ്വയം ധരിക്കുന്ന അങ്ങനെയുള്ളവരോട് പറയുകയാണ്, നീ സമ്പന്നനാകേണ്ടതിന് നിന്റെ ഈ ഒരു സമ്പന്നത അത് നിന്റെ സമ്പന്നതയല്ല. ഇനിയും നിനക്ക് എന്തോ സമ്പത്തിൻ്റെ ആവശ്യമുണ്ട്, എന്തോ ഒരു സമ്പന്നതയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നിന്റെ സമ്പന്നതയ്ക്ക് തീയിൽ ഊഴിക്കഴിച്ച പൊന്ന് വാങ്ങാനായിട്ട് അവിടെ ഉപദേശിക്കുകയാണ്. അപ്പം അവർക്ക് പൊന്നും ധനവും ഒക്കെ ഉള്ള ആളുകളോട് തീയിലൂതിക്കഴിച്ച പൊന്ന് വാങ്ങുവാനായിട്ട് അവിടെ ഉപദേശിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന, അവർക്ക് ഈ സമ്പത്തൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ആ തീയിലൂതിക്കഴിച്ച ആ പൊന്ന് അവരുടെ കയ്യിൽ ഇല്ലായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അതുപോലെ അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറയുകയാണ്, നിന്റെ നഗ്നത വെളിവാകാതിരിക്കുവാൻ തക്കവണ്ണം. അപ്പം പച്ചയ്ക്ക് പറയുവാണ്, നീ നഗ്നനാണ്,
അവർ ഉടുപ്പിട്ടിട്ടുണ്ട്. നമുക്കറിയാം ലവോദിക്ക സഭയെക്കുറിച്ച് നാം പറയുമ്പോൾ അവിടെ വസ്ത്ര വ്യാപാര രംഗത്തും വസ്ത്ര നിർമ്മാണ രംഗത്തും വളരെ നൈപുണ്യമുള്ള അനുഗ്രഹീതമായ ഒരു സ്ഥലമാണ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് വിശദീകരിക്കുന്നുണ്ട്, ലവോദിക്ക എന്നുള്ള പട്ടണത്തെക്കുറിച്ച്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു വാക്ക് പറഞ്ഞു പോവുകയാണ്. അത്രയ്ക്ക് എല്ലാ രീതിയിലും നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്ന അവരോട് പറയുവാണ്, നിങ്ങൾ ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങളൊന്നും വസ്ത്രമല്ല, നിങ്ങളുടെ നഗ്നത വെളിവാകാതിരിക്കാൻ നിങ്ങൾ എന്നോട് വെള്ളയുടുപ്പ് വാങ്ങുവാനായിട്ട് കർത്താവ് ഇവിടെ ഉപദേശിക്കുകയാണ്. അതുപോലെ അടുത്തത് താഴെ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് കാഴ്ച ലഭിക്കേണ്ടതിന്. പച്ചയ്ക്ക് കർത്താവ് അവിടെ പറയുകയാണ് കാഴ്ചയുണ്ട്. അതുമല്ല, ലവോദിക്ക സഭയോടുള്ള ബന്ധത്തിൽ, ലവോദിക്ക സ്ഥലം പട്ടണത്തോടുള്ള ബന്ധത്തിൽ കണ്ണിന് എഴുതുന്ന വളരെ വിശിഷ്ടമായ ലേപനങ്ങളും ഔഷധങ്ങളും ഒക്കെ നിർമ്മിക്കുന്ന അനേക ഫാക്ടറികളും, അതുപോലെ വളരെ പ്രത്യേകമായ ലോകപ്രശസ്തി ആർജിച്ച കണ്ണിനെഴുതുന്ന പ്രത്യേക ലേപനങ്ങൾ നിർമ്മിക്കുവാനൊക്കെയുള്ള കഴിവുള്ള അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ലവോദിക്ക എന്ന് പറയുന്ന സ്ഥലം. അങ്ങനെയുള്ള അവിടെയുള്ള അവിടെയുള്ള സഭയോട് ദൂതൻ പറയുകയാണ്, നിന്റെ കണ്ണിന് എഴുതുവാൻ, കാഴ്ച ലഭിക്കാൻ, കാഴ്ചയില്ലെന്നാണ് പച്ചയ്ക്ക് പറയുന്നത്, കാഴ്ച ലഭിക്കുവാൻ, കണ്ണിൽ എഴുതുവാനായിട്ട് എന്നോട് നീ ലേപനം വാങ്ങുവാനായിട്ട് കർത്താവ് ഇവിടെ ഉപദേശിക്കുകയാണ്. ഞാൻ ഒരു വാക്ക് ഞാൻ പറഞ്ഞതുപോലെ ലവോദിക്കയെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ലവോദിക്ക എന്ന് പറയുന്ന പട്ടണം കർത്താവിനും ഏതാണ്ട് AD 64 വലിയ ഭൂകമ്പത്താൽ നശിച്ചു പോയ ഒരു പട്ടണമായിരുന്നു. എന്നാൽ അത് വീണ്ടും വീണ്ടും പണിയപ്പെടുന്ന ഒരു പട്ടണമാണ്. അത് നമുക്കറിയാം, മിക്കവാറുമുള്ള സ്ഥലങ്ങളൊക്കെ വീണ്ടും പണിയുമ്പോഴെന്ന് പറയുമ്പോൾ അത് അന്നേരം ഉള്ള ഏറ്റവും എന്താണ് പറയുന്നത്, അതിൻ്റെ ഏറ്റവും വലിയ പുതിയതായിട്ടുള്ള ഏറ്റവും മനോഹരമായ രീതിയിലായിരിക്കും അത് പണിയുന്നത്. ഇന്നും അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലങ്ങൾ പണിയപ്പെടുകയാണെങ്കിൽ, ഇന്ന് നമുക്കറിയാം ഗാസ നല്ല പട്ടണമാണ്, വലിയ ഇതൊക്കെയാണ്, എന്നാൽ അവിടെയുള്ള പഴയതിനെ മൊത്തം പൊളിച്ചു കളഞ്ഞു വീണ്ടും പണിയും എന്നാണ് പറയുന്നത്. നമുക്കറിയത്തില്ല. വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയുന്നുണ്ട് ഗാസ നിർജ്ജനമാക്കും എന്നെഴുതിയതാ കർത്താവിൻ്റെ വരവിന് 600 കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്ന വചനം അക്ഷരീയമായി നിറവേറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നവർ, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം. അത് വീണ്ടും ഞാൻ സൂചിപ്പിക്കാം. ലവോദിക്ക സഭയോടുള്ള ബന്ധത്തിൽ അനേക വിഷയങ്ങൾ നമുക്ക് ആ രീതിയിൽ മനസ്സിലാക്കുവാനുണ്ട്. വിശുദ്ധ വേദപുസ്തകം അക്ഷരീയമായി പറയുകയാണ് ഗസ നിർജ്ജനമാകുമെന്ന്. വളരെ ലോകത്തിലെ തന്നെ ഗസയിലെ അറ്റാക്കുകളൊക്കെ ഉണ്ടായപ്പോൾ നമുക്കറിയാം, ലോകത്തിലുള്ള ഏത് സ്ഥലങ്ങളിനേക്കാളും ജനങ്ങൾ നിബിഡമായി പാർക്കുന്ന, ജനസംഖ്യയും സ്ഥലവിസ്തീർണവും നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പാർക്കുന്ന സ്ഥലം എന്നുള്ള ഖ്യാതി ഈ ഗസ പട്ടണത്തിനുണ്ട്. വിശുദ്ധ വേദപുസ്തകം നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതി വച്ചിരിക്കുകയാണ് ഗസ നിർജ്ജനമാകുമെന്ന്. അക്ഷരീയമായി ഞാനും നിങ്ങളും നമ്മൾ പാർക്കുന്ന ഈ കാലഘട്ടത്തിൽ അത് അക്ഷരീയമായി നിറവേറിയ ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ നിവർത്തിക്ക്, പ്രവചനങ്ങളുടെ നിറവേറലിന് എത്രമാത്രം മഹത്വമുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. ഇനിയും അനേക പ്രവചനങ്ങൾ നിവൃത്തിയാകുവാൻ പോകുന്ന അനുഗ്രഹീതമായ ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നാം എത്രയധികം ഭയത്തോടും എത്രയധികം ഭക്തിയോടും കൂടി ആയിരിക്കണം എന്നുള്ളത് നമുക്ക് തിരുവചനം മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ തന്നെ ആ ഓരോ സഭയ്ക്ക് എഴുതുന്നത് വെറുതെ അങ്ങ് കണ്ണിൽ കണ്ട സഭയ്ക്ക് വെറുതെ എഴുതി കൊടുത്ത ഒരു ദൂതായിട്ടല്ല ഇത് ഇരിക്കുന്നത്. വലിയവനായ ദൈവം ഓരോ സഭയ്ക്കും എഴുതുമ്പോൾ ആ സഭയെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, നമുക്കറിയാം, ഞാൻ ഒരു സഭയുടെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ആദ്യം എഫെസോസിലെ സഭയുടെ ദൂതന് എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ സഭയ്ക്കും ദൂത് എഴുതുമ്പോൾ ദൈവം അവൻ്റെ ഡെക്കറേഷൻ പറഞ്ഞിട്ടാണ് എഴുതുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ലെറ്റർ എവിടെയെങ്കിലും അയക്കുമ്പോൾ നമ്മൾ എഴുതിയാണ് കളക്ടർ. ചിലപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പിന്നെ റെയിൽവേ സ്റ്റേഷൻ നിൽക്കുമ്പോൾ ഈ മഴക്കാലമൊക്കെ വരുമ്പോൾ അതിനെ ജാഗരിക്കുവാനൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആരോഗ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞ് അനൗൺസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ ഏതെങ്കിലും ഓഫീസിലേക്ക് ഒരു ലെറ്റർ വന്നാൽ കളക്ടർ പറയുന്നതായിട്ട് എഴുതുകയാണെങ്കിൽ അതിന് അത്ര അധികം മഹത്വം, അത് ആരാ പറയുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ആധികാരികത, അതിൻ്റെ ആ മഹത്വം
അത് വിളിച്ചോതുന്ന കാര്യമാണ്. ഇവിടെ ഓരോ സഭയ്ക്കും ഈ ദൂതുകൾ ദൈവദൂതൻ എഴുതുമ്പോൾ ദൈവം ആ സഭയെ മനസ്സിലാക്കുവാൻ ആ സഭയ്ക്ക് വേണ്ട രീതിയിൽ അതിൻ്റെ ഡെക്കറേഷൻ പറഞ്ഞിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. ഈ സഭ കഴിഞ്ഞ് അടുത്ത സ്മുർന്ന സഭയ്ക്ക് എഴുതുമ്പോൾ അങ്ങനെയല്ല അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്തവനും ആദ്യവനും അന്ത്യവനുമായവൻ അരുളി ചെയ്യുന്നത്. ഇങ്ങനെ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓരോ സഭയ്ക്കും വ്യത്യസ്തമായ രീതിയിൽ ദൈവം തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് ആണ് ദൂതുകൾ എഴുതുന്നത്. അതിൻ്റെ കാര്യം അവർ മനസ്സിലാക്കുവാൻ എന്ന് പറഞ്ഞാൽ ഒരു വഴക്കുണ്ടാകുന്നിടത്ത്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രശ്നം നടക്കുന്നിടത്ത്, വേറെന്തെങ്കിലും കാര്യം നടക്കുന്നിടത്ത് ആരുടെ ആവശ്യമുണ്ടോ, എന്തിൻ്റെ ആവശ്യം അവിടെ ഉണ്ടോ, അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വലിയവനായ ദൈവം അവിടെ ആ ദൂത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അവർക്ക് മനസ്സിലാക്കേണ്ട രീതിയിലാണ്. ഇന്ന് ആയിരിക്കുന്ന കാലഘട്ടത്തിന് അനുസരീതമായ രീതിയിൽ ഒരു സഭയ്ക്ക് ഒരു ദൂത് എഴുതിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നാം അത് ഏറ്റവും പ്രത്യേകമായി അത് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടെന്നുള്ള കാര്യവും ഞാൻ പ്രത്യേകാൽ ഓർപ്പിക്കുകയാണ്. അങ്ങനെ ഇങ്ങനെ ഉള്ള ഈ സഭകളിൽ എല്ലാം ദൈവം അവൻ എന്തുമാത്രം മഹത്വാനാണെന്ന് ഉള്ളത് ഈ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഈ ലേഖനത്തിൽ ഈ സഭകൾക്ക് എഴുതുന്ന ദൂതുകൾ നാം മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ ഓരോ സഭയിലെ ആളുകളുടെ പ്രത്യേകതകൾ വീണ്ടും താഴെ വിവരിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യത്തെ സഭയുടെ കാര്യം തന്നെ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും, 2-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യമാണ് ഞാൻ വായിക്കുന്നത്. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാതിരുന്നതും ഞാൻ അറിയുന്നു. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവം തൻ്റെ ആ ആധികാരികത വെളിപ്പെടുത്തിയിട്ട് ആ സഭയ്ക്കുള്ള പ്രത്യേകതകൾ വീണ്ടും രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ രേഖപ്പെടുത്തിയിട്ട് അവർക്കുള്ള ഉപദേശം, അവർക്കുള്ള വാഗ്ദത്തം അവിടെ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ള ബന്ധത്തിൽ ഞാൻ വായിച്ച നമ്മുടെ അവസാന സഭ എന്ന് പറഞ്ഞാൽ ലവോദിക്ക സഭയോടുള്ള ബന്ധത്തിൽ ഉള്ള ദൂത് പറയുമ്പോൾ ആ ലവോദിക്ക സഭയ്ക്ക് അർഹിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ അവിടെ ഡെക്കറേഷൻ അവിടെ പറഞ്ഞിട്ട് അതിനുശേഷം ആ സഭ എന്താണെന്ന് വിവരിച്ചിട്ടാണ് വലിയവനായ ദൈവം ആ സഭയ്ക്കുള്ള ആ ദൂത് അവിടെ വെളിപ്പെടുത്തുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നാം ഈ കാലഘട്ടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സഭയോടുള്ള ദൂത് മനസ്സിലാക്കേണ്ടതും അത് നമ്മളോടുള്ള ദൂതാണെന്ന് നാം ഏറ്റെടുത്തുകൊണ്ട് നമ്മളിൽ എന്തെങ്കിലും മാറ്റം വരുത്തുവാൻ ആവശ്യമുണ്ടോ എന്ന് മനസ്സിലാക്കി നാം നമ്മെ തന്നെ തിരുത്തേണ്ടത് എത്രയോ ആവശ്യമായിട്ടുള്ള കാര്യമായിരിക്കുകയാണ്. ഞാൻ വീണ്ടും അതൊന്ന് വിവരിക്കുവാനായിട്ട് വീണ്ടും ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. സ്മുർന്ന സഭയുടെ ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് അവൻ തൻ്റെ ദേഹമെന്ന ആ തിരശ്ശീല നമുക്ക് വേണ്ടി ചീന്തപ്പെട്ട് അവൻ നമ്മെ വീണ്ടെടുക്കുവാനായിട്ട് വലിയ രക്ഷ ഒരുക്കിയ ഒരു കാലഘട്ടമാണ്. ഏകദേശം വേദപണ്ഡിതന്മാര് അത് വ്യാഖ്യാനിച്ച് പറയുന്നത് ആദ്യത്തെ 1 മുതൽ 4 വരെയുള്ള നൂറ്റാണ്ടുകൾ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ഈ എഫെസോസിലെ സഭയോടുള്ള ബന്ധത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. വീണ്ടും അടുത്തത് സ്മിർന്ന സഭ. ആ സ്മിർന്ന സഭ ആദ്യ നൂറ്റാണ്ടിലെ മാത്രം കാര്യങ്ങളാണ് എഫെസോസ് സഭയോടുള്ള ബന്ധത്തിൽ ഉള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം സ്മിർന്ന സഭയോടുള്ള ബന്ധത്തിലാണ് 1 മുതൽ അത് കഴിഞ്ഞ് ഈ ആദ്യത്തെ നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് വീണ്ടുമുള്ള 4-ാം നൂറ്റാണ്ട് വരെയുള്ള കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ സഭകൾക്ക് എല്ലാം പ്രത്യേകമായിട്ടുള്ള ഒരു വീക്ഷണം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ തന്നെയാണ് കർത്താവ് അവരെ ദൂതൻ മുഖാന്തരം അഭിസംബോധന ചെയ്തിരിക്കുന്നത്. നിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ട സഭ എന്ന് പറഞ്ഞാൽ സ്നേഹമില്ലാത്ത സഭ എന്നുള്ള രീതിയിലാണ് എഫെസോസ് സഭയെ നമുക്ക് കാണുവാൻ കഴിയുന്നതെങ്കിൽ സ്മിർന്ന സഭയെ സംബന്ധിച്ച് പീഡിത സഭ എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അത് 4-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നു. അടുത്തത് പെർഗമോസ് സഭ. ആ പെർഗമോസ് സഭയെക്കുറിച്ച് നാം ഓർക്കുമ്പോൾ അത് 4-ാം നൂറ്റാണ്ട് മുതൽ 5-ാം നൂറ്റാണ്ട് 4-ഉം 5-ഉം നൂറ്റാണ്ടുകളെ രേഖപ്പെടുത്തുന്ന ആ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന കാലങ്ങളെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് അതിസഹിഷ്ണുത ഉള്ള ഒരു സഭയായിട്ടാണ് അതിനെ കാണുവാനായിട്ട് കഴിയുന്നത്. അടുത്തത് തുയാതുര സഭയെക്കുറിച്ച് ഓർക്കുമ്പോൾ 5-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 6-ാം നൂറ്റാണ്ട് മുതൽ ഏകദേശം 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം.
ആ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന കാലങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ഭയം തോന്നുന്ന രീതിയിലുള്ള ഒരു കാലഘട്ടം ആയിരുന്നു. ഇന്നും ഇരുണ്ട കാലഘട്ടം എന്ന് പറയുവാൻ തക്കവണ്ണം വളരെ പ്രവർത്തനങ്ങളൊന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടം. ആ സഭയോടുള്ള ബന്ധത്തിൽ കാണുന്നത് ലോകത്തോട് ചേർന്ന് വ്യഭിചരിച്ച സഭ എന്ന ആണ് അവിടെ അതിനെക്കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നത്. അടുത്തത് സർദീസിലെ സഭ. ആ സഭ 16-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിന് വേണ്ടിയുള്ള ഒരു ദൂതായിട്ടാണ് പണ്ഡിതന്മാർ അതിനെ വിലയിരുത്തുന്നത്. അത് നിദ്രയിലാണ്ടുപോയ സഭ എന്നുള്ള രീതിയിലാണ് അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഫിലോഡൽഫിയ സഭ. ആ ഫിലോഡൽഫിയ സഭ 18-ഉം 19-ഉം നൂറ്റാണ്ടുകൾ എന്ന് പറഞ്ഞാൽ നാം ജീവിക്കുന്ന, നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിന് തൊട്ടു മുമ്പുള്ള, നമ്മുടെ പിതാക്കന്മാരൊക്കെ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഉള്ള ജനങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഒക്കെ നമുക്ക് അത് ഒന്ന് വായിച്ചൊക്കെ നോക്കാം. ആ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് അവിടെ കാണുന്നത്. എന്നാൽ ആ സഭയ്ക്കും പ്രത്യേകമായ പേര് ലഭിച്ചിരിക്കുന്നത് അവസരോചിതം പോലെ പ്രവർത്തിക്കുന്ന സഭ എന്നാണ് കാണുവാനായിട്ട് കഴിയുന്നത്. വളരെ പിതാക്കന്മാരെ പാടുപെട്ടും വളരെ പ്രയത്നവും അനുഭവിച്ച സഭയാണ്. അതിന് ദൂത് പ്രത്യേകമായി അവിടെ നൽകുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും ആ സഭയ്ക്കുള്ള ഖാദി ഇങ്ങനെയാണ്: അവസരോചിതം പോലെ പ്രവർത്തിക്കുന്ന സഭ. വീണ്ടും അവസാന കാലഘട്ടങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടവും ഇനിയും എപ്പം തീരുന്നോ ആ കാലഘട്ടം വരെയുള്ള സഭ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന കാലം വരെയുള്ള ആ കാലത്ത് ഉള്ള ഒരു സഭയെ കുറിക്കുന്ന സഭയാണ്. പണ്ഡിതന്മാരുടെ വീക്ഷണമാണ്. ലവോദിക്ക സഭയെക്കുറിച്ച് അങ്ങനെയാണ് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അവസാന സഭ. ആ സഭയെക്കുറിച്ച് പറയുന്ന പ്രത്യേക ഇതെന്ന് പറയുന്നത് സ്വയം സംതൃപ്തമായ സഭ. അക്ഷരികമായി പ്രിയ ദൈവമക്കളെ, നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിലുള്ള ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെയുള്ളവര് നാം ഇവിടെ വന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ തന്നെ നമ്മുടെ കുറവുകളിലും നമ്മുടെ കുറ്റങ്ങളിലും നമ്മുടെ വ്യത്യാസങ്ങളിലും ഒന്നും നമ്മൾ അത് മനസ്സിലാക്കാതെ നാം പലപ്പോഴും സ്വയം സംതൃപ്തിപ്പെടുന്ന, നമ്മൾ ചെയ്യുന്ന ശരി, നമ്മുടേതാ കറക്റ്റ്, നമ്മളാണ് നല്ലത് എന്ന് പറയുന്ന സ്വയം സംതൃപ്തിപ്പെടുന്ന ഒരു സഭയിലല്ലേ നമ്മളായിരിക്കുന്നത്. നമ്മുടെ പിതാക്കന്മാരും നമ്മളുമായിട്ടുള്ള ഒരു വ്യത്യാസം നമ്മൾ വീക്ഷിക്കുകയാണെങ്കിൽ, വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ഒരു പുതിയ നിയമ സഭ ഉടലെടുക്കുന്ന ആ മാർട്ടിൻ ലൂതറിന്റെ കാലത്തിന് മുതലുള്ള ആ കാലഘട്ടം, ഇന്ന് ഈ കാലഘട്ടത്തിന് തൊട്ടു മുമ്പ് അതിനിടയ്ക്കുള്ള ആ കാലഘട്ടത്തിലുള്ളവർ എന്തുമാത്രം കഷ്ടങ്ങൾ സഹിച്ചിട്ടാണ് ആ പാരമ്പര്യ സഭകളെയും ആചാരങ്ങളെയും ഒക്കെ വിട്ടിട്ട് കർത്താവിൻ്റെ ആ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം അല്ലെങ്കിൽ പുതിയ നിയമസഭ എന്നുള്ള സഭ രൂപീകൃതമാകുവാൻ തക്കവണ്ണം അവരെന്തെല്ലാം വില കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയും. എന്നാൽ ആ കാലത്തിനെ അപേക്ഷിച്ച് ഈ കാലഘട്ടത്തിൽ എന്തോരം വ്യത്യാസമാണ് നമുക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അവർ ഒരിക്കലും സ്വയം സംതൃപ്തി ഉള്ളവർ ആയിരുന്നില്ല. അവർ കൊടുത്ത വിലയാണ് അന്നുണ്ടായിരുന്ന സഭയ്ക്ക്, അന്നുണ്ടായിരുന്ന കാലഘട്ടത്തിന് ഒരു മാറ്റമുണ്ടാകുവാനായിട്ട് ഇടയാക്കിയിട്ടുള്ളത്. ഞാൻ പ്രത്യേകം ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ഈ സഭകൾ ഒക്കെ ഓരോ സ്ഥലങ്ങളെയാണ്, സ്ഥലം സഭ എന്നാണല്ലോ നമ്മുടെ സഭകളെ പ്രത്യേകം വിശേഷിപ്പിക്കുന്നത്. അപ്പം ഓരോ സ്ഥലങ്ങൾക്കും ഉള്ള പ്രത്യേകതകൾ, ഇപ്പം ഉദാഹരണത്തിന് പത്തനംതിട്ട ദൈവസഭ എന്ന് പറയുമ്പോൾ ഈ പത്തനംതിട്ടയ്ക്കുള്ള കൾച്ചറുകളും ഈ പത്തനംതിട്ടയ്ക്കുള്ള പ്രത്യേകതകളും ഒക്കെ ഈ സ്ഥലസഭയ്ക്കും ഉണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെയുള്ള ഓരോ വിശ്വാസികളും പാർക്കുന്നത് ഈ പട്ടണത്തിലാണ്. ഓരോ വിശ്വാസികളും പാർക്കുന്നത് ഇവിടെയുള്ള ജനങ്ങളുടെ നടുവിലാണ്. ഇവരുടെയുള്ള കൾച്ചറാണ്, ഇവിടെയുള്ള രീതികളാണ് നാം അവലംബിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ പ്രത്യേകതകളും നമ്മിൽ വരും, നമ്മുടെ സംസാരത്തിൽ വരും. പലപ്പോഴും എൻ്റെ വാക്കിലും അറിയാതെ ചിലപ്പോൾ ഞാൻ വസിക്കുന്നത് അങ്ങനെയുള്ള പത്തനംതിട്ടയുടെ തന്നെ പൈതൃകം ഉൾക്കൊണ്ടുന്ന, പത്തനംതിട്ട ശരിക്കും പറഞ്ഞാൽ 10 ഇനം തിട്ട എന്നാണ് പത്തനംതിട്ട പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ മുസ്ലിംസ് ആണ് ഇവിടെ തമിഴ്നാട്ടിൽ നിന്നും കുടിയേറിപ്പെട്ടത്. നമ്മൾ വിചാരിക്കും അവരിൽ ഇനങ്ങളൊന്നും ഇല്ലെന്ന്. അവരിലും ഇനങ്ങളുണ്ട്. അവരിൽ ലാംഗ്വേജ്, അവർ പറയുന്ന ലാംഗ്വേജ് ഈ പച്ച മലയാളമല്ല. അവർ ഒരു ഇടകലർന്ന തമിഴ് പോലെയുള്ള ഭാഷയാണ് അവർ ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള പ്രത്യേകതകളുള്ള അവരുടെ നടുവിൽ നാം വസിക്കുമ്പോൾ അവരുടെ സംസാര രീതികളും അവരുടെ പ്രത്യേകതകളും ഒക്കെ അറിയാതെ നമ്മൾ അത് ഉൾക്കൊണ്ടുപോകും. അത് നമ്മൾ
നമ്മളുടെ കുറവുകളായിരിക്കും, അത് നമ്മുടെ സഭയ്ക്ക് ആ കുറവുകൾ ഉണ്ടാകും. നമ്മുടെ പ്രത്യേകതകളൊക്കെ ഈ സഭയും ഉൾക്കൊണ്ടുകൊണ്ടാണ് മുൻപോട്ട് പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് പോകാൻ കഴിയത്തില്ല. അത് ആണ് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നത്. ഈ 7 സഭകൾക്കും എഴുതുന്ന ദൂതുകളൊക്കെ നോക്കുമ്പോൾ ആ സ്ഥലം സഭയെ പ്രതിനിധീകരിക്കുന്ന സ്ഥലസഭകളാകുന്നത് കൊണ്ട് ആ സ്ഥലത്തിൻ്റെതാകുന്ന പ്രത്യേകതകളെ ഉൾക്കൊള്ളുന്ന സ്ഥലങ്ങളായിരുന്നു. പ്രത്യേകം ഞാൻ ഇതൊക്കെ പറയുന്നതിൻ്റെ കാരണം ലവോദിക്ക എന്ന സ്ഥലത്തിൻ്റെ ആ പ്രത്യേകതകളൊക്കെ ആ ലവോദിക്ക സഭയ്ക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവർ പറയുന്നത്, ഞാൻ സമ്പന്നനാണ്, എനിക്കൊന്നിനും മുട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ലവോദിക്ക പട്ടണം അത്രയ്ക്ക് മഹത്വരം അർഹിക്കുന്ന ഒരു പട്ടണം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒരു റോമൻ ചരിത്രകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഏഷ്യയിലുള്ള ഏറ്റവും മഹത്തരമായ പട്ടണമാണ് ലവോദിക്ക എന്നാണ്. കാരണം ലവോദിക്ക എന്ന് പറയുന്ന പട്ടണം ഇന്നത്തെ കാലത്തായിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ടർക്കിയിലാണ്, ആ സ്ഥലത്താണ് ആയിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ പഴയ കാലത്തെക്കുറിച്ചുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഈ വചനം രേഖപ്പെടുത്തുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, AD 64 ഇത് ഭൂകമ്പം കൊണ്ട് നശിക്കപ്പെട്ടതിന് ശേഷം വീണ്ടും പണിയപ്പെട്ട ഒരു പട്ടണമാണ്. അതുകൊണ്ട് ആ കാലത്തുള്ള ഏറ്റവും വൈശിഷ്ട്യമാർന്ന രീതിയിൽ ഏറ്റവും മനോഹരമായിട്ടാണ് ആ പട്ടണത്തെ പണിഞ്ഞത് തന്നെ. അത് അവിടെയുള്ള സമ്പത്ത് കൊണ്ട് മാത്രമാണ്. മറ്റ് പല സ്ഥലങ്ങൾ ആ പട്ടണത്തിൻ്റെ ആ പുനർനിർമ്മിതി ഏറ്റെടുക്കുവാൻ തയ്യാറായി മുന്നോട്ട് വന്നെങ്കിലും ആ പട്ടണത്തിന് തന്നെ, ആ സ്ഥലത്തിന് തന്നെ അതിനുള്ള എല്ലാ ആദായങ്ങളും എല്ലാ നാച്ചുറൽ മിനറൽസും അവിടെ ഉള്ളത് കൊണ്ട് അവരതിനൊന്നും സമ്മതിക്കാതെ ആ പട്ടണം തന്നെ, ആ ലവോദിക്കക്കാർ തന്നെയാണ് അത് പണിയുവാനായിട്ട് ഇടയായത്. അത്ര മനോഹരമായിട്ട് ഏറ്റവും ഈ ഏഷ്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു പട്ടണമായി തീരുവാൻ തക്ക വളരെ അനുഗ്രഹീതമായ രീതിയിലാണ് ആ ലവോദിക്ക പട്ടണം പണിയുവാൻ അന്ന് ഇടയായത്. അതോടൊപ്പം തന്നെ ആ രാജ്യത്ത് നമ്മുടെ വായത്ത് കർത്താവ് ആ പട്ടണത്തിലുള്ളവരോട് ഉപദേശിക്കുന്ന ആ കാര്യമുണ്ടല്ലോ, നീ സമ്പന്നൻ, എന്നോട് തീയിലൂതിക്കഴിച്ച പൊന്ന് വാങ്ങുവാനായിട്ട് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ സാമ്പത്തികമായിട്ട് ലോകത്തുള്ള ബാങ്കുകൾ, അതുപോലെ മറ്റ് പല എല്ലാ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു ലവോദിക്ക. അതുപോലെ ഞാൻ താഴെ സൂചിപ്പിച്ചല്ലോ, വസ്ത്രനിർമ്മാണ രംഗത്ത് വളരെ വസ്ത്ര നിർമ്മാണത്തിന് പ്രത്യേക പ്രാഗൽഭ്യമുള്ള നിർമ്മിക്കുന്ന ഫാക്ടറികളുള്ള ഒരു സ്ഥലമായിരുന്നു ലവോദിക്ക. അതുപോലെ തന്നെ അവിടുത്തെ ഭരണകർത്താക്കൾ അതിന് ഏറ്റവും മനോഹരമായി ഇന്ന് നമ്മൾ കാണുന്നത് പോലെയുള്ള, പഴയ കാലത്തോട്ട് നോക്കുകയാണെങ്കിൽ പല കാര്യത്തിനും സംവിധാനം, ഇന്നിപ്പോൾ വാട്ടർ സിറ്റി, അതുപോലെ ഇലക്ട്രിസിറ്റി, അതുപോലെ പല കാര്യങ്ങൾ ഭരണകൂടം നമുക്ക് ഒരുക്കുന്ന വലിയ കാര്യങ്ങളൊക്കെ അന്നത്തെ രീതിയിൽ ഏറ്റവും മനോഹരമായ രീതിയിൽ ആ ലവോദിക്ക പട്ടണത്തിന് അതെല്ലാം ലഭ്യമായിരുന്നു. അതുപോലെ തന്നെ ഈ പ്രത്യേകമുള്ള ഈ കണ്ണിന് എഴുതുവാനുള്ള ആ ലേപനം മാത്രമല്ല, മറ്റ് പല ഔഷധങ്ങളും അവിടെ നിർമ്മിക്കുന്ന നിർമ്മാണശാലകളുണ്ടായിരുന്നു. മാത്രമല്ല അവിടെ നിന്ന് ലഭിക്കുന്ന കണ്ണിന് എന്തോ ഒരു പ്രത്യേക ലേപനങ്ങൾ, അതുപോലെ സൗന്ദര്യ വർത്തക വസ്തുക്കൾ, ഇതൊക്കെ നിർമ്മിക്കുന്ന മനോഹരമായ ഒരു സ്ഥലമായിട്ട് ആണ് ഈ ലവോദിക്ക എന്ന് പറയുന്ന പട്ടണം ആയിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ലവോദിക്ക സഭയും, ഞാനതാണ് മുൻപ് ഓർപ്പിച്ചത്, ആ സ്ഥലസഭയ്ക്കും ആ എല്ലാ ഗുണങ്ങളും ഉണ്ടായിരുന്നു. അവിടെയുള്ള ആളുകൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള ഫാക്ടറികളുള്ള ആളുകളായിരിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ബന്ധപ്പെടുന്നവരായിരിക്കാം, അവിടെ ജോലി ചെയ്യുന്നവരായിരിക്കാം. അതെല്ലാം അവരും അനുഭവിക്കുന്നവരും ആ എല്ലാ നന്മയും അനുഭവിച്ചുകൊണ്ട് ആയിരിക്കുന്ന ഒരു ജനങ്ങളായിരുന്നു ലവോദിക്കയിൽ ഉണ്ടായിരുന്ന ജനങ്ങൾ. എന്നാൽ അവിടെയുള്ള ആളുകൾ പറയുന്ന വാക്കിനോട് വിപരീതമായിട്ടാണ് വലിയവനായ ദൈവം ആ സഭയ്ക്ക് ദൂത് നൽകുന്നതായിട്ട് കാണുന്നത്. ഞാൻ ആ ദൂത് ഫുള്ളായിട്ട് ഒരു സെക്കൻഡ് ഒന്ന് വായിക്കട്ടെ. ലവോദിക്ക സഭയിലെ ദൂതനെ എഴുതുക: വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭം ആമീൻ എന്ന് പേരുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകിയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിഴ്ന്നു കളയും. ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കിയാൽ
പിന്നെ താഴെ ഞാൻ വായിച്ച വാക്ക്, നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും, നിന്റെ നഗ്നത വെളിവാകേണ്ടതിന് ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും, നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപനവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി ഉപദേശിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ലവോദിക്ക സഭയ്ക്ക് മാത്രം കാണുന്ന ഒരു കാര്യമാണ്. ഒരു ഗുണങ്ങളും നിന്റെ ഇന്ന ഗുണം ഉള്ളത് കൊണ്ട് ഞാൻ നിന്നെ പ്രശംസിക്കുന്നു. മറ്റുള്ള എല്ലാ രണ്ട് സഭകൾക്ക് പ്രത്യേകമായ ദൂതിൽ ഗുണമില്ലാത്തതുണ്ട്. എന്നാൽ മറ്റു അനേക സഭകളെ കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു, അത് നീ ഇന്നത് ചെയ്തു, അത് നല്ലതെന്ന് ഞാൻ കാണുന്നു എന്ന് പറയുന്ന കർത്താവ് ഇവിടെ ഒരു ഗുണവുമില്ലാത്ത ഒരു സഭയായിട്ടാണ് ലവോദിക്ക സഭ ഇരിക്കുന്നത്. ലവോദിക്ക സഭയ്ക്ക് സംബന്ധിച്ചിടത്തോളം ഭൗതികമായ ഒരു നന്മയ്ക്കും ഒരു കുറവുമില്ലാത്ത എല്ലാ രീതിയിലും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു സ്ഥലം സഭയാണ് ഈ ലവോദിക്ക സഭ. എന്നാൽ ലവോദിക്ക സഭയെക്കുറിച്ച് കർത്താവിന് സാക്ഷ്യമായി പറയുവാൻ, നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഉഷ്ണവാനുമല്ല ശീതവാനുമെന്നുമല്ല എന്ന് പറഞ്ഞാൽ ആ വാതാവരണത്തെക്കുറിച്ചല്ല അത് അവിടെ പരാമർശിക്കുന്നത്. നമ്മുടെ രീതിയാണ്. നമ്മുടെ രീതി എന്ന് പറഞ്ഞാൽ ആ ലവോദിക്കയിലുള്ള ആ സ്ഥലം സഭയിലുള്ള ആളുകൾ എല്ലാ കാര്യത്തിനും, നാം ഒരു ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാണെങ്കിൽ അതിന് ചില നിയമങ്ങളുണ്ട്, അവിടെ ചില ഡിസിപ്ലിനുകളുണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ കർശനമായിട്ട് അവിടെ പാലിക്കേണ്ടതായിട്ടുണ്ട്. റോഡിൽ നാം സഞ്ചരിക്കുകയാണെങ്കിൽ റോഡ് നിയമങ്ങൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അവിടെ ഇല്ലായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. തെറ്റ് ചെയ്താലും അവിടെ ഉൾക്കൊള്ളും, ശരി ചെയ്യുന്നവരെ അവിടെ ഉൾക്കൊള്ളും, നേരെ നിൽക്കുന്നവരെയും തെറ്റായി നടക്കുന്നവരെയും ഒക്കെ ഉൾക്കൊള്ളുന്ന, ശീതവാനും ഉഷ്ണവാനുമല്ലാത്ത, ഒരു നിബന്ധനകളുമില്ലാത്ത, ഒരു കുത്തഴിഞ്ഞ നിയമസംഹിതയുള്ള, ഒന്നും പാലിക്കപ്പെടാത്ത ഒരു സഭയായിരുന്നു ഈ ലവോദിക്ക സഭ എന്നുള്ളത്. അതിന് തൊട്ടു മുമ്പുള്ള സഭയെക്കുറിച്ച് വളരെ അനുഗ്രഹീതമായി ചിന്തിക്കുമ്പോൾ ഈ സഭയ്ക്ക് ഇങ്ങനെയുള്ള ദൂതെഴുതുമ്പോൾ ഈ കാലഘട്ടത്തിലായിരിക്കുന്ന നമുക്ക് ഗുണപാഠമായിട്ട് ഉള്ള കാര്യം എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് നാം ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വേദപണ്ഡിതന്മാർ പറയുന്നത് പ്രകാരം നാം ഓരോ സഭകളെയും വീക്ഷിച്ച് പഠിക്കുകയാണെങ്കിൽ ഈ ലവോദിക്ക സഭയുടെ ദൂതും ഈ ലവോദിക്ക സഭയുടെ കാര്യങ്ങളും എത്രയോ ആശ്ചര്യമായി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യോഹന്നാൻ ആത്മവിവശതയിലായി അവിടുന്ന് കാണിച്ചു കൊടുത്ത് അവൻ എഴുതി വെച്ച ഈ കാര്യങ്ങൾ എത്രയോ ആശ്ചര്യമായിട്ട് ഇന്ന് അത് കറക്റ്റാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രിയ ദൈവമക്കളെ, എൻ്റെ കയ്യിൽ അധികം സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഒരുപാട് ഇതിനെ ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല. കർത്താവിൻ്റെ പുണ്യാഹ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ വിശുദ്ധീകരിച്ചും ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ, പ്രിയ ദൈവമക്കളെ, നമ്മളുടെ ഒക്കെ കർത്താവിൻ്റെ മുൻ നിയമത്താൽ ഉള്ള ഒരു രക്ഷയാണ് നമുക്ക് ലഭിച്ചത് എന്ന് പറയുമ്പോൾ, പ്രിയ ദൈവമക്കളെ, നമുക്ക് ചില ഉത്തരവാദിത്വങ്ങൾ ഉണ്ട്. നാം വസിക്കുന്ന ഈ കാലം എന്ന് പറയുന്നത്, ഇത് നാം കൃപായുഗത്തിലാണ് ആയിരിക്കുന്നത്. കൃപായുഗത്തിലായിരിക്കുന്ന നാം ഓരോരുത്തരും നാം എങ്ങനെ രക്ഷ സ്വായത്തമാക്കി എന്നുള്ളതിലല്ല, നാം ചിലരെ രക്ഷയിലേക്ക് നടത്തുവാനുള്ള ഉത്തരവാദിത്വം നമ്മിൽ നിക്ഷിപ്തമാണ്. പ്രിയ ദൈവമക്കളെ, ആർക്കും ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എങ്ങനെ കൈ കഴുകി പിന്മാറുവാനായിട്ട് കഴിയും? പീലാത്തോസിനെ പോലെ നമുക്ക് കൈ കഴുകിയിട്ട് ഈ രക്തത്തിൽ പങ്കില്ല എന്ന് നമുക്ക് പറയുവാൻ കഴിയുമോ? പ്രിയ ദൈവമക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം നമുക്ക് കൈ കഴുകി പിന്മാറുവാനായിട്ട് കഴിയുമോ? നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിൽ ആകുവാനായിട്ട് ഇടയാകുന്നില്ലെങ്കിൽ, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഞാനൊരു ദൈവവൈതലാണെന്ന് പറയുന്നതിൽ നമുക്ക് എന്ത് മഹാത്മ്യമാണുള്ളത്? നാം കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്വർഗത്തിന്റെ പ്രവേശനം കരസ്ഥമാക്കി നാം ഇരിക്കുകയും നമ്മുടെ മക്കള് മയക്കുമരുന്നിനും കഞ്ചാവിനും MDMAയ്ക്കും അടിമകളായി ലോകത്തിന്റെ വഴിയിലേക്ക്, പാപത്തിന്റെ വഴിയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നമുക്ക് കൈ കഴുകി കളയുവാനായിട്ട് കഴിയുമോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കുത്തഴിഞ്ഞ പുസ്തകങ്ങളായിട്ട് വീട്ടിൽ മക്കളെ അവരെ അഭ്യസിപ്പിക്കേണ്ട രീതിയിൽ അഭ്യസിപ്പിക്കുവാൻ കഴിയാതെ, യാതൊരു ചിട്ടയുമില്ലാതെ വളർത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനായിട്ട് കഴിയുമോ? ദൈവം അവിടെ ചോദ്യവുമായി നിൽക്കുമ്പോൾ അതിന് നമുക്ക് ഉത്തരം പറയുവാനുള്ള ആവശ്യമുണ്ട്.
എൻ്റെ ചെറുപ്പത്തിലുള്ള ചെറിയൊരു കാര്യം ഈ തരുണത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ്. ഞങ്ങൾ വലിയൊരു ആത്മീയ പൈതൃകം ഉള്ള ഒരു ഭവനത്തിൽ ഒന്നും അല്ല എങ്കിൽ തന്നെയും ചില കൃത്യനിഷ്ഠകളൊക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ട്. ഞാൻ പലപ്പോഴും എന്നെക്കാളും കൂടുതൽ പറഞ്ഞ് എല്ലാവർക്കും അറിയാം, വല്യമ്മ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളും. എൻ്റെ അപ്പൻ അത്രയും ഇല്ല, കാരണം പുള്ളി ഒരു മിലിറ്ററി ജീവിതമൊക്കെ നയിച്ചിട്ട് വന്ന. പക്ഷേ മക്കളോടുള്ള ബന്ധത്തിൽ ചില കൃത്യനിഷ്ഠകളൊക്കെ ഉണ്ട്. എത്ര സമയം പുറത്തു പോയാൽ വെയിറ്റ് ചെയ്യണം, വൈകിട്ട് എത്ര സമയമായിട്ട് വന്നില്ലെങ്കിൽ അവരോട് എങ്ങനെ പെരുമാറണം, അതൊക്കെ എനിക്ക് വളരെ പേടിയുണ്ട്. കൂട്ടുകാരും ഒക്കെ ലോകജീവിതം, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പത്തനംതിട്ടയുടെ ആ പ്രത്യേകതകളൊക്കെ ഉൾക്കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ കൂട്ടുകാരൊക്കെ എൻ്റെ അടുത്തുള്ള മുസ്ലിം കൂട്ടുകാരാണ്. ഒരിക്കൽ ഞാൻ അവരുമൊത്ത് സിനിമ കാണാൻ പോയി. ഞാൻ പറഞ്ഞു, എനിക്ക് പത്തനംതിട്ടയൊന്നും വരാൻ പറ്റത്തില്ല, കാരണം ഇവിടെ കാണാം ആരിലും കണ്ട കൊലപാതകമാണ്. അതുകൊണ്ട് അവരുമായിട്ട് പ്ലാൻ ചെയ്തു പന്തളത്ത് പോയി സിനിമ കാണാൻ. പന്തളത്ത് ഞങ്ങൾ പോയി സിനിമ കാണാനായിട്ട് സിനിമ കോട്ടയിൽ കയറി. പക്ഷെ കുറച്ചു നേരം ഇരുന്നപ്പോൾ വൈകുന്നേരം 7 മണി കഴിഞ്ഞാൽ വീട്ടിൽ വന്ന പ്രശ്നമാണ്. ഞാൻ ആ സിനിമയുടെ ഇടയ്ക്ക് ആരും അറിയാതെ ഇറങ്ങി അവിടുന്ന് മുങ്ങി. കാരണം ഞാൻ അതിൻ്റെ ഒരു സീരിയസ്നെസ് ഒന്നും എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ എനിക്ക് ഉറപ്പായിട്ട് പറയുവാൻ കഴിയും, അവരൊന്നും ചെയ്തില്ലെങ്കിൽ അവർക്ക് ചില കൃത്യനിഷ്ഠ ഉണ്ടായിരുന്നു. ഈ 7 മണി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മക്കൾ വന്നില്ലെങ്കിൽ അവിടെ മുതൽ പിന്നെ ഇറങ്ങും. നോയലിനെ കണ്ടോ, ടൗണിൽ തിരക്കും, അവിടെ തിരക്കും. പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നെ നിന്റെ പപ്പ ഇപ്പൊ തിരക്കിയിട്ട് പോയതേ ഉള്ളെന്ന് പറയും. പിന്നെ എനിക്ക് പൂരമാ, ഒന്നും മിണ്ടിയില്ലെങ്കിൽ പോലും അതറിയുമ്പോൾ തന്നെ എന്തുമാത്രം പ്രയാസം ഉണ്ടാക്കും. എങ്ങനെ നമുക്ക് പോകുവാൻ കഴിയും? നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്ക് ഈ ശീതോഷ്ണമായ നിലപാട് സ്വീകരിക്കുവാൻ കഴിയുമോ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അത് ഇവിടെ നിർത്തുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. നാം ആയിരിക്കുന്ന പദവി നമുക്ക് നൽകിയത് അത് നിത്യതയുടെ പദ്ധതിയായിരുന്നുവെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അയൽവക്കക്കാര്, നമ്മൾ സഹകരിക്കുന്ന, ഞാനൊരു സ്ഥാപനം നടത്തുന്നുണ്ട്, എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകള്, ഞാൻ കയറുന്ന ഓട്ടോക്കാര്, എൻ്റെ ബന്ധുക്കള്, എനിക്ക് അവരോട് സുവിശേഷം പറയുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ഒരിക്കലും കഴിയില്ല. ഈ അക്ഷരികമായിട്ട് ലവോദിക്ക സഭയെക്കുറിച്ച് നാം പഠിച്ചതിലും എത്രയോ അധികം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ടുണ്ട്. ലവോദിക്ക സഭയുടെ ആ കാലഘട്ടം, അത് അക്ഷരികമായി ഈ കാലഘട്ടത്തെ കുറിക്കുവാനായിട്ട് പ്രവചനാത്മാവിൽ അങ്ങനെ സഭയുണ്ടാകുവാനും ആ കാര്യങ്ങളൊക്കെ നമ്മോട് എഴുതി വെക്കുവാനും ഒക്കെ ഇടയായത് അതും നിത്യതയുടെ പദ്ധതിയാണ്. ദൈവം ഒന്നും യാദർച്ഛികമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. ദൈവം അറിയാതെയല്ല ഒരു കാര്യങ്ങളും നടക്കുന്നത്. നമ്മുടെ തലയിലെ തലമുടി താര് പോലും ഒഴിയുന്നത് കർത്താവല്ല എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും അവിടുന്ന് അറിയുന്നുണ്ട്. നാം ഓരോ കാര്യങ്ങളും ഓരോ നിമിഷവും ഓർക്കുന്നത് എത്രയോ നല്ലതാണ്. കർത്താവിന് കരം കൊടുക്കാനായിട്ട് മീനെ പിടിച്ച അതിൻ്റെ വയറ്റിൽ നിന്ന് ദർപ്പണം കിട്ടുമെന്ന് പറയുവാൻ കടലിൽ എത്രയോ, അല്ലെങ്കിൽ സമുദ്രത്തിൽ എത്രയോ മത്സ്യങ്ങളുണ്ട്. ആ പിടിക്കാൻ പോകുമ്പോൾ ആ മത്സ്യം പിടിക്കണമെന്നുണ്ടോ? ഏത് മത്സ്യത്തിന്റെ വയറ്റിൽ ദർപ്പണം ഉണ്ടെന്നെങ്ങനെ അറിഞ്ഞു? ആ ദർപ്പണം പിടിക്കാൻ ചെല്ലുന്നവന് പിടിക്കാൻ കഴിയാൻ എങ്ങനെ ഇടയായി? എല്ലാം യാദൃച്ഛികമായിട്ടല്ല ഒന്നും സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നടക്കുന്നത് യാദൃച്ഛികമായിട്ടല്ല. ദൈവം, ഞാൻ ആ കാര്യത്തിൽ ഊറ്റം കൊള്ളുന്നുണ്ട്. ഞാൻ കുറേ നാള് മിലിറ്ററിയിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. എൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആർട്ടിലറി എന്ന് പറഞ്ഞാൽ പീരങ്കിപ്പട എന്ന് പറയുന്ന ഒരു പടയാണ്. ഇവിടെ ഇരിക്കുന്ന അതിനകത്തല്ല പലരും. എനിക്കൊന്ന് തങ്കച്ചാൻ സിഗ്നൽസിൽ വർക്ക് ചെയ്തു, അച്ഛൻ AMCയിൽ വർക്ക് ചെയ്തു. ഓരോരുത്തരുടെയും സിസ്റ്റം വ്യത്യാസമാണ്, ഓരോരുത്തർക്കും ചില സ്ഥലങ്ങൾ. പക്ഷേ ഞാൻ ജോലി ചെയ്തിടത്തൊന്നും ഒരാരാധനാലയത്തിൽ പോകുവാനോ അങ്ങനെയുള്ള അവസരങ്ങളോ ഒന്നും എൻ്റെ ജീവിതത്തിൽ കിട്ടിയില്ല. ഞാൻ കാശ്മീരിൽ ജോലി ചെയ്തിട്ടുണ്ട്, അവിടെ എനിക്ക് ഒരിക്കലും കിട്ടിയില്ല. പക്ഷെ ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ജീവിതത്തിലൊക്കെ ദൈവത്തോട് ഞാൻ ബന്ധം പുലർത്തിക്കൊണ്ടിരുന്നു. എന്നാൽ സമയമായപ്പോൾ ദൈവത്തിന് മനസ്സിലായി എനിക്കത് വേണ്ടെന്ന്. ദൈവമക്കളെ, നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ഇപ്പൊ പെൻഷൻ വാങ്ങിക്കുന്ന ആളുകൾക്ക് ഇതില്ലാതെ ഒരു മാസമെങ്കിലും മുന്നോട്ട് പോകുവാൻ പറ്റുമോ? ഇല്ല. ഇന്നും വിശ്വാസത്താൽ നീതിമാൻ ജീവിക്കുന്നു എന്ന് പറയുന്ന പോലെ ഏറ്റവും സുഭിക്ഷമായിട്ട് ദൈവം ഞങ്ങളെ നടത്തുന്നത് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവം ഇടയാക്കിയത് അത് എത്രയോ അനുഗ്രഹമായ കാര്യമാണ്. ഈ ലോകത്തിൽ നമുക്കുള്ളതൊക്കെ ഇവിടെ നശിച്ചു പോകുന്നതാണ്. ഇവിടുത്തെ ലാഭത്തിന് വേണ്ടി നമുക്ക് അതിനെ ധനമെന്ന് എണ്ണുവാൻ കഴിയാതെ അത് കർത്താവിൽ നാം ചെലവാക്കുന്ന സമയം, ദൈവസന്നിധിയിലായിരിക്കുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ, അതിനുവേണ്ടി നമ്മുടെ സമയം ചെലവാക്കുകയാണെങ്കിൽ, അതിനുവേണ്ടി നാം ബന്ധപ്പെടുകയാണെങ്കിൽ
ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമുക്ക് ഒന്നിനും മുട്ടുവരാതെ നമ്മെ നടത്തുവാൻ അവൻ ശക്തനാണ്. നമ്മെ ശക്തനാക്കുന്നവൻ മുഖാന്തരം നാം സകലത്തിനും മതിയായവനാണ്. അവൻ നമ്മെ എല്ലാ രീതിയിലും നടത്തുവാൻ മതിയായ ഒരു ദൈവമാണ്. അവന് നമ്മെ നടത്തുവാൻ മതിയായ ഒരു ദൈവമാണ്. അതിനൊരു കുറവും ഒരിക്കലും വരികയില്ല. എത്രയോ അനുഗ്രഹീതമായ രീതിയിൽ നാം ഇതിനെയൊക്കെ ഗണ്യമാക്കാതെ പോയാൽ അവിടെ നിൽക്കുമ്പോൾ സമയം ഇനിയും അധികമില്ല. താമസമിന് കാഹളം ധ്വനിക്കുവാനുള്ള ആ സമയം ഏറ്റവും അടുത്തിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ഉള്ള ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുവാൻ നമുക്ക് കഴിയാതെ പോയാൽ നമ്മെ വീണ്ടെടുത്തുവെങ്കിൽ ആ പദവിയിലേക്ക് ചിലരെ നടത്തുവാൻ, ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ മക്കളെ, നാം സഹകരിക്കുന്ന നമ്മുടെ കൂടുള്ളവരെ, നമ്മുടെ അയൽവക്കക്കാരെ, നമ്മുടെ നാട്ടുകാരെ ഒക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യുവാൻ കഴിഞ്ഞാൽ, അപ്പൊ ചോദിക്കും നീ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ആരോടും അതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന പല രീതികളുണ്ട്. ആ രീതിയിൽ നമുക്ക് പ്രവർത്തിക്കുവാൻ കഴിയും. അതിനുവേണ്ടി സമർപ്പിക്കുകയാണെങ്കിൽ അതിനുള്ള മുഖാന്തരങ്ങൾ ദൈവം നമുക്ക് ഒരുക്കി തരും. ഈ ലോകത്തിലുള്ളത് നാം വലിയതായിട്ട് എണ്ണാൻ പോകാതിരുന്നാൽ, മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവനാമം നശിക്കുവാൻ നമ്മുടെ ജീവിതം ഒരിക്കലും ഇടയാകരുത് എന്നുള്ള പ്രാർത്ഥനയോടെ അതിനുവേണ്ടി പ്രയത്നിക്കുവാനും പ്രയോജനപ്പെടുവാനും ഇടയാകണമെന്നുള്ള ആ പ്രാർത്ഥനയോടെ മുൻപോട്ട് ജീവിക്കുകയാണെങ്കിൽ ദൈവം ഈ കാലത്തും അവൻ്റെ എല്ലാ പദ്ധതികളും നടത്തും. അതിന് യാതൊരു മാറ്റവുമില്ല. എന്നാൽ നമ്മിലും നിക്ഷിപ്തമായിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനുള്ള ആ അവസരങ്ങളെ ദൈവം നമുക്ക് തരും. ആ രീതിയിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.